അലൈനറുകൾ ഉപയോഗിച്ച് എല്ലാ നിരതെറ്റിയ പല്ലുകളെയും ശരിയാക്കാൻ പറ്റത്തില്ല. നമ്മളിപ്പോൾ ഇൻസ്റ്റാഗ്രാം ഒക്കെ തുറന്നു കഴിഞ്ഞാൽ ഫുൾ ആഡ് കാണിക്കുന്നത് കമ്പിയുടെ കാലം കഴിഞ്ഞു, ഇപ്പോൾ അലൈനറാണ് എന്നാണ് പറയുന്നത്. അതുപോലെ ആൾക്കാർ ചോദിക്കുന്നത് വേറൊരു ചോദ്യമാണ്, ഡോക്ടർ ഈ അലൈനർ ചെയ്യുന്നതിന് എത്ര പൈസയാകും, അലൈനർ ഭയങ്കര എക്സ്പെൻസീവ് ആണോ എന്ന് കുറേ ഡൗട്ടുകൾ ആൾക്കാർ പൊതുവെ ചോദിക്കുന്നതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, കമ്പിയുടെ കാലം കഴിഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് അലൈനറുകൾ ഉപയോഗിച്ച് എല്ലാ നിരതെറ്റിയ പല്ലുകളെയും ശരിയാക്കാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് നിങ്ങളുടെ താടിക്കോ എല്ലുകൾക്കോ കംപ്ലൈൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും അലൈനർ ഉപയോഗിച്ച് നമുക്കിതിനെ കറക്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കത്തില്ല. അതുപോലെ കോംപ്ലക്സ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ, പല്ലുകൾ ഭയങ്കരമായിട്ട് നിരതെറ്റിയിരിക്കുന്നത്, ഒരുപാട് തിരിഞ്ഞിരിക്കുന്ന പല്ലുകൾ, അതൊക്കെ അലൈനർ ഉപയോഗിച്ച് കറക്റ്റ് ചെയ്യുന്നതിന് ഭയങ്കര ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യുന്നതാണ്. അതുപോലെ പേഷ്യൻ്റ് ചോദിക്കുന്ന ഒരു കാര്യം, ഡോക്ടർ അലൈനറിന് എത്ര രൂപയാണ് ചാർജ് ചെയ്യുന്നത്? നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഓരോ ആൾക്കാർക്കും അലൈനറിൻ്റെ റേറ്റ് ഓരോ തരത്തിലാണ് വരുന്നത്. ഇപ്പം വളരെ ചെറിയ പ്രശ്നമുള്ള കുഞ്ഞു നിരതെറ്റിയ വിടവുകളാണെങ്കിൽ നിങ്ങൾക്ക് അതനുസരിച്ചുള്ള ചാർജ് ആയിരിക്കും. അപ്പം ചാർജ് വളരെ കുറവായിരിക്കും. പക്ഷേ നിങ്ങളുടെ പല്ലുകൾ ഒരുപാട് നിരതെറ്റിയിരിക്കുകയാണ്, ഒരുപാട് വിടവുകളുണ്ട്, ഒരുപാട് കറക്ഷൻസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി അലൈനറുകളുടെ നമ്പർ കൂടും. അപ്പോൾ ഓരോ അലൈനറുകളുടെ നമ്പർ കൂടുന്നതനുസരിച്ച് നമുക്ക് ചാർജസ് വരും. അതുപോലെ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് ഇന്ത്യൻ മെയ്ഡ് അലൈനേഴ്സ് ഉണ്ട്, ഫോറിൻ മെയ്ഡ് അലൈനേഴ്സ് ഉണ്ട്. അവിടെയും വന്നിട്ട് ഇതിൻ്റെ ചാർജുകൾക്ക് വ്യത്യസ്തമായിട്ട് വരും. ഇപ്പം നിങ്ങൾ നിങ്ങളുടെ ഓർത്തഡോണ്ടിസ്റ്റിനെ വന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ എന്തൊക്കെ പല്ലുകളാണ് ശരിയാക്കേണ്ടത്, നിങ്ങൾക്ക് ബ്രേസസ് ആണോ അല്ല അലൈനേഴ്സ് ആണോ ശരിക്കും ചൂസ് ആവുന്നത്, അല്ലെങ്കിൽ ശരിക്കും ഏത് ട്രീറ്റ്മെൻറ്റ് ആണ് വേണ്ടത് എന്നുള്ളത് കറക്റ്റ് പറഞ്ഞു തരാൻ വേണ്ടി സാധിക്കും.